മുംബൈ തിരുവനന്തപുരം എയർ ഇന്ത്യ വിമാനത്തിൽ ബോംബ് ഭീഷണി. വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. യാത്രക്കാരെ ഇറക്കി വിമാനത്തിൽ വിശദമായ പരിശോധന. വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റി. കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ 13-കാരിയെ തിരിച്ചെത്തിക്കാൻ പോലീസ് സംഘം വിശാഖപട്ടണത്തേക്ക്. കുട്ടിയുടെ വൈദ്യപരിശോധന ഇന്ന്. നാളെ കേരളത്തിലെത്തിക്കും. കുട്ടി നിലവിൽ RPFന്റെ സംരക്ഷണയിൽ. കണ്ടെത്തിയത് താമ്പരം എക്സ്പ്രസിൽ നിന്ന്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പരിശോധിക്കണമെന്ന ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. ലൈംഗിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ നിർദ്ദേശം നൽകണമെന്ന ആവശ്യം. പൊതു താൽപര്യ ഹർജി പരിഗണിക്കുക ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതക കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. അന്വേഷണത്തിന്റെ തൽസ്ഥിതി റിപ്പോർട്ട് CBI ഇന്ന് സമർപ്പിക്കും. ആർജിക്കർ മെഡിക്കൽ കോളേജ് ആക്രമണത്തിൽ ബംഗാൾ സർക്കാരും റിപ്പോർട്ട് നൽകും. സമരം തുടർന്ന ഡോക്ടർമാർ. സെബി ചെയർപേഴ്സൺ മാധബി ബുച്ചിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ത്യ മുന്നണി. ഹിൻഡൻബർഗിന്റെ വെളിപ്പെടുത്തലിൽ JPC രൂപീകരിക്കണമെന്ന ആവശ്യം. CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും ഇന്ത്യ മുന്നണി. രാജ്യവ്യാപകമായി ED ഓഫീസുകൾ ഉപരോധിക്കും. ആന്ധ്രാപ്രദേശിലെ അനഘപ്പള്ളിയിൽ മരുന്ന് കമ്പനിയിൽ പൊട്ടിത്തെറി. 17 പേർക്ക് ദാരുണാന്ത്യം. 41 പേർക്ക് പരിക്ക്. പൊട്ടിത്തെറിയുടെ കാരണം വ്യക്തമല്ല. തമിഴ് നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി തമിഴക വെട്രി കഴകത്തിന്റെ പതാക ഇന്ന് പുറത്തിറങ്ങും. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് പതാക ഉയർത്തും. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ഒരേ സമയം കൊടിമരം സ്ഥാപിച്ച് പതാക ഉയർത്തും.